നമസ്കാരം. അങ്ങനെ അവസാനം സതീശനെ പറ്റി സഖാക്കളും LDF ഒക്കെ പറഞ്ഞു നടന്നത് UDF കാരും കോൺഗ്രസ്സുകാരും ഒക്കെ സതീശനെ പറ്റി ഇപ്പോൾ പറഞ്ഞു നടക്കുകയാണ്. സതീശൻ ഒരു കള്ളനാണെന്നും അഹങ്കാരിയാണെന്നും ധാർഷ്ട്യം പിടിച്ച ആളാണെന്നും ഒക്കെ ഇപ്പോൾ കോൺഗ്രസ്സുകാർ പോലും പറയുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നാൽപ്പോ സമയം മുമ്പാണല്ലോ നമ്മൾ VD സതീശന്റെ മുഖത്ത് ഒരു KC പക്ഷത്തുള്ള ഒരാൾ തുപ്പിക്കൊണ്ട് ഇങ്ങനെ പറയുന്നത് കേട്ടത്, ഇയാൾ കള്ളനാണെന്ന്, വാ തുറന്നാൽ നുണ മാത്രമേ പറയുകയുള്ളൂ എന്ന്. ഇതൊക്കെ സഖാക്കൾ നേരത്തെ പറഞ്ഞതാണ്. എന്നാൽ ഇപ്പോൾ അത് UDF-കാർ അനുഭവിച്ചറിയുകയാണ്. തനിക്ക് കിട്ടാത്തത് മറ്റാർക്കും കിട്ടരുത് എന്ന മനോഭാവമുള്ള ആളാണ് VD സതീശൻ എന്ന് ഞാൻ പലപ്പോഴും പല ഘട്ടത്തിലും പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ടും എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവായി VD സതീശനെ കോൺഗ്രസ് ഇറക്കി എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ UDF-ന് ഒരു കാര്യം നിർബന്ധമുണ്ടായിരുന്നു. ഇനി ഇതുപോലെ നീങ്ങിയിട്ട് കാര്യമില്ല, നന്നായി നുണ പറയാൻ കഴിയുന്ന, നുണകൾ പിടിച്ചാലും നിരന്തരം നുണകൾ പറയാൻ കഴിയുന്ന, ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെയുള്ള ഒരു കവലച്ചട്ടമ്പിയെ പോലൊരു പ്രതിപക്ഷ നേതാവിനെ ഇനി UDF-ന് ആവശ്യമാണ് എന്ന് അവർ തന്നെ അങ്ങനെ വിലയിരുത്തിയിരുന്നു. ശേഷം അവർ കണ്ടെത്തിയത് VD സതീശനെയാണ്. VD സതീശന്റെ സോഷ്യൽ മീഡിയയിലെയും സമൂഹ മാധ്യമങ്ങളിലേക്കും എഴുത്തൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണല്ലോ. സോഷ്യൽ മീഡിയയിലൊക്കെ പലർക്കും കൊടുത്തിട്ടുള്ള ചില മറുപടികൾ, ചില തെറികളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അവർ തീരുമാനിച്ചു VD സതീശനാണ് പിണറായിയെ മെരുക്കാൻ കഴിയുള്ള ഒരു വ്യക്തി എന്ന്. അങ്ങനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കുമ്പോഴും KC വേണുഗോപാലാണ് ഇതിനൊക്കെ ചട്ടം കെട്ടിയത്. KCക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു, VD സതീശൻ എന്തെങ്കിലുമൊക്കെ തിരിയുമെന്ന്. മുഖ്യമന്ത്രി കസേര ലക്ഷ്യം കണ്ടുകൊണ്ട് തന്നെയാണ് VD സതീശൻ കളത്തിലിറങ്ങിയത്. പക്ഷെ VD സതീശൻ വലിയ ഭാഗ്യവാനാണ് കേട്ടോ. എന്തെന്ന് വെച്ചാൽ പണിയെടുത്തിട്ടല്ല ഇവിടെ UDF ജയിച്ചത്. VD സതീശനെ മിടുക്കുകൊണ്ടുമല്ല UDF ജയിച്ചത്. ഇവിടെ മാധ്യമങ്ങൾ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചത് കൊണ്ടാണ് ഇവിടെ UDF ജയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാൽ അത് തന്റെ ഒരു പ്രവർത്തന മികവ് കൊണ്ടാണെന്ന് വരുത്തി തീർക്കാൻ VD സതീശന് കഴിഞ്ഞു. പൊടുന്നനെ VD സതീശന് ഒരു കാര്യം മനസ്സിലായി, എന്തായാലും മുഖ്യമന്ത്രി സീറ്റ് തനിക്ക് ലഭിക്കുമെന്ന്. അങ്ങനെ മുഖ്യമന്ത്രി സീറ്റ് ലഭിക്കും എന്ന് ഒരു തോന്നലുണ്ടാക്കാൻ കാരണമായതും KC ആണ്. ഒരു ഘട്ടത്തിൽ VD സതീശന്റെ നുണകൾ നിരന്തരം പിടികൂടാൻ തുടങ്ങി. നുണയടി, നുണേശൻ എന്നൊക്കെ പറഞ്ഞ് പല പേജുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ആ ഘട്ടത്തിൽ VD സതീശൻ പിൻവാങ്ങുമോ എന്ന് ഭയന്ന KC വേണുഗോപാൽ ഒരു ഗംഭീര പടക്കം പൊട്ടിച്ചു. അതായത് മുഖ്യമന്ത്രി ആകാൻ തനിക്ക് താല്പര്യമില്ലെന്നും മുഖ്യമന്ത്രി ലിസ്റ്റിൽ നിന്ന് തന്റെ പേര് വെട്ടിക്കോളൂ എന്നും KC പറഞ്ഞു. KC ആയിരുന്നു VD സതീശന്റെ ഏറ്റവും വലിയ പേടി സ്വപ്നം. KCയെ മറികടന്ന് മുഖ്യമന്ത്രി ആകാൻ കഴിയില്ല എന്ന് VD സതീശന് അറിയാമായിരുന്നു. മനോരമയിലെ ആ ഇന്റർവ്യൂ കണ്ട ശേഷം വലിയ ആത്മവീര്യമാണ് VD സതീശന് ലഭിച്ചത്. ഇനി താൻ മുഖ്യമന്ത്രിയാകുമെന്ന് VD സതീശൻ അങ്ങനെ വിചാരിച്ചു. എന്നാൽ KC വേണുഗോപാൽ വലിയ ബുദ്ധിമാനായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ ഇനി കുറച്ചുകൂടി ശക്തിയായി നുണ പറയുകയുള്ളൂ VD സതീശനെന്നും ഉണർന്ന് പ്രവർത്തിക്കുകയുള്ളൂ എന്നും നന്നായി അറിയാം. VD സതീശന്റെ ഇത്തരത്തിലുള്ള ഈ വെട്ടുക്കിളി സ്വഭാവത്തിൽ ഒരുപാട് സൈബർ ഇടങ്ങളിൽ സമാനമായ സ്വഭാവമുള്ള ആളുകളെ ഉണ്ടാക്കിയെടുത്തിരുന്നു. അവരൊക്കെ എണ്ണ ഇട്ടതുപോലെ പ്രവർത്തിക്കണമെങ്കിൽ VD സതീശൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്ന് KCക്ക് അറിയാമായിരുന്നു. വളരെ ബുദ്ധിശാലിയായ KCയുടെ ആ ഒരു തന്ത്രം ശരിക്കും വിജയിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ശേഷം ഇപ്പോൾ ഈ VD സതീശൻ മുഖ്യമന്ത്രി ആകണമെന്ന് പറഞ്ഞ് വലിയ രീതിയിൽ തന്നെ PR വർക്കുകൾ നടത്തിക്കൊണ്ട് രംഗത്തേക്ക് വരുമ്പോഴും KC വേണുഗോപാൽ എവിടം വരെ പോകും VD സതീശൻ എന്ന് ഉറ്റുനോക്കുകയായിരുന്നു. പിണറായി വിജയനെ താഴെ ഇറക്കാൻ വേണ്ടി ഇറക്കിയ അതേ PR വർക്കുകൾ, അതേ തന്ത്രങ്ങൾ മറ്റൊരു രീതിയിൽ VD സതീശൻ ഇപ്പോൾ ഇറക്കുകയാണ്. പലയിടങ്ങളിലും തന്റെ അനുയായികളെ കൊണ്ട് ഫ്ലെക്സ് കൊണ്ടുപോയി വെപ്പിച്ചും പല വീഡിയോകൾ എടുത്തും VD സതീശന് അനുകൂലമായ തരംഗമാണ് ഇവിടെ ഉള്ളതെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തുകയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസം മുമ്പാണല്ലോ AICCയുടെ നിരീക്ഷകരെത്തി ആരെ മുഖ്യമന്ത്രിയാക്കണമെന്ന് MLA-മാരോട് ചോദിച്ച് അഭിപ്രായം രേഖപ്പെടുത്തിപ്പോയത്. എന്നാൽ KC വേണുഗോപാലിനാണ് മുൻതൂക്കമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് നന്നായി VD സതീശനും അറിയാം. എന്തുകൊണ്ടാണ് MLA-മാരടക്കം KPCC അധ്യക്ഷനടക്കം KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ മതിയെന്ന് പറയുന്നതെന്ന് നമ്മൾ പരിശോധിച്ചാൽ വേറൊന്നും കൊണ്ടല്ല. KC-യാണ് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ ഏറ്റവും മികച്ച ഒരാൾ എന്ന് നന്നായി തന്നെ UDF-ന് അറിയാം. ഒരു ധാർഷ്ട്യമുള്ള, അഹങ്കാരമുള്ള, നുണ മാത്രം പറയുന്ന VD സതീശനെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തിയാൽ ആദ്യ മാസം മുതൽ തന്നെ UDF വെള്ളം കുടിക്കുമെന്നും ആദ്യ മാസം മുതൽ തന്നെ മാധ്യമങ്ങൾ എടുത്ത് വലിച്ചൊട്ടിക്കുമെന്നും ഒക്കെ UDF-ന് നന്നായി അറിയാം. എന്നാൽ VD സതീശനാകട്ടെ തനിക്ക് കിട്ടാത്തത് മറ്റാർക്കും കിട്ടണ്ട എന്ന രീതിയിൽ ഇപ്പോൾ ഈ 102 സീറ്റിന്റെ ശോഭയിൽ നിൽക്കുന്ന UDF-ന്റെ ശോഭ കെടുത്താൻ പലയിടങ്ങളിൽ ഫ്ലെക്സ് വെച്ചും പലയിടങ്ങളിലുമൊക്കെ പ്രതിഷേധങ്ങൾ നടത്തിയും ഒക്കെ UDF-ന്റെ മുഖം കെടുത്തുന്ന കാഴ്ച കാണുകയാണ്.
തുടക്കമൊക്കെ വി ഡി സതീശനോട് സഹതാപം തോന്നി പല കോൺഗ്രസ്സുകാരും കളത്തിലിറങ്ങിയെങ്കിലും ഇപ്പോൾ എല്ലാ കോൺഗ്രസ്സുകാരും വി ഡി സതീശനെതിരെ നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുമെന്ന് അറിഞ്ഞിട്ടും എന്തിനാണ് ഇത്തരത്തിൽ വി ഡി സതീശൻ കളികൾ കളിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് വി ഡി സതീശൻ ഇത്തരം ആളുകളെ, ഇത്തരം അനുയായികളെ, ഇത്തരം ഫ്ലെക്സ് വെക്കുന്ന ആളുകളെ അനുനയിപ്പിക്കാത്തത്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്തെന്ന് പറയാത്തത് എന്ന് പലരുമൊക്കെ ആലോചിച്ചു നോക്കി. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് വി ഡി സതീശന്റെ തന്ത്രം എന്ന് പറയുന്നത്. വി ഡി സതീശൻ ഇത്തരത്തിൽ അനുയായികളെ കാത്തിലിറക്കി തെരുവിൽ ഇറക്കി യുദ്ധം നടത്തിയാൽ സ്വാഭാവികമായും അത് വാർത്തയാകുമെന്നും അത് യു ഡി എഫിന് ക്ഷീണം ചെയ്യുമെന്നും കെ സി വേണുഗോപാലിന് ക്ഷീണം ചെയ്യുമെന്നും ഒക്കെ വി ഡി സതീശൻ അറിയാം. അതാണ് വി ഡി സതീശൻ ഇവിടെ ഇറക്കിയ ഒരു തന്ത്രം. അത് കോൺഗ്രസ്സുകാരും മനസ്സിലാക്കിയിരിക്കുന്നു. ഇവൻ വലിയ അപകടകാരിയാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് സതീശനെതിരെ കോൺഗ്രസ്സുകാർ കളത്തിലിറങ്ങി സതീശനെതിരെ സംസാരിക്കുന്ന കാഴ്ച കാണുകയാണ്. പലരും ഇപ്പോഴാണ് ചിന്തിക്കുന്നത്, ശരിയാണല്ലോ, കെ സി വേണുഗോപാലിനാണല്ലോ കൂടുതൽ പിന്തുണയുള്ളത്. അപ്പോൾ കെ സി വേണുഗോപാൽ ഇതുപോലെ ഫ്ലെക്സ് വെച്ച് രംഗത്തേക്ക് ഇറങ്ങിയാൽ എന്താകും അവസ്ഥ എന്ന് പല കോൺഗ്രസ്സുകാരും ഇപ്പോൾ ചിന്തിക്കുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ ഫ്ലെക്സുകൾ കൊണ്ടുപോയി വെക്കുന്നതും ഈ വീഡിയോകൾ ഇറക്കുന്നതും ഒക്കെ ചില വ്യാജ മാങ്കൂട്ടങ്ങളും ചില ഇത്തരത്തിലുള്ള സതീശന്മാരുമാണ് എന്ന് കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ പറയുന്നു കെ സി വേണുഗോപാൽ തന്നെ മതി എന്ന് പറയുന്നു. ചില സഖ്യകക്ഷികളുടെ മാത്രം പിന്തുണയാണ് വി ഡി സതീശനുള്ളത്. എന്നാൽ ഭൂരിഭാഗം MLA-മാരുടെയും പിന്തുണയുള്ളത് കെ സി വേണുഗോപാലിനാണ്. 16ാം നിയമസഭയുടെ ഒരു കാലാവധി എന്ന് പറയുന്നത് 23-ാം തീയതിയാണ്. 24-ാം തീയതി മുഖ്യമന്ത്രിയാകണം. അപ്പോൾ മുഖ്യമന്ത്രി ആകണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള പല രീതിയിലുള്ള ചർച്ചകൾ അതിവേഗം നടക്കണം. ആ ചർച്ചകളൊന്നും മുന്നോട്ട് പോകാതിരിക്കാൻ, അതൊക്കെ പ്രതിസന്ധിയിലാക്കാനാണ് വി ഡി സതീശൻ ശ്രമം നടത്തുന്നത്. വി ഡി സതീശന്റെ ഇത്തരത്തിലുള്ള നീക്കം കണ്ട് സത്യത്തിൽ ചിരിക്കുന്നത് ബി ജെ പി ആണ്. ബി ജെ പി വലിയ സന്തോഷത്തിലാണ്. കാരണം കെ സി വേണുഗോപാലിനെയും കോൺഗ്രസിനെയും ഒക്കെ രാജ്യാന്തര തലത്തിൽ തന്നെ നാണം കെടുത്തിയിരിക്കുന്നു വി ഡി സതീശൻ. അതുകൊണ്ട് സ്വാഭാവികമായും അത് ബി ജെ പിക്ക് വലിയ സന്തോഷം പകരുന്ന ഒന്ന് തന്നെയാണ്. മാത്രമല്ല കെ സി വേണുഗോപാൽ പക്ഷം ഇപ്പോൾ പലയിടങ്ങളിലും ഒക്കെ വി ഡി സതീശനെതിരെ ചില ഫ്ലെക്സുകൾ വെച്ചിരിക്കുന്നു. അതിന്റെ ചില ഫ്ലെക്സുകളുടെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അതായത് വി ഡി സതീശനെ തുറന്നു കാട്ടുക എന്നത് തന്നെയാണ് ലക്ഷ്യം. വി ഡി സതീശൻ ആരാണെന്ന് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുക എന്നതാണ് ലക്ഷ്യം. ആ ലക്ഷ്യം വെച്ച് കോൺഗ്രസ്സുകാർ കെ സി വേണുഗോപാലിന്റെ പക്ഷം ആളുകളൊക്കെ പല ഫ്ലെക്സുകൾ വെച്ചിരിക്കുന്നു. അതിൽ ഒരു ഫ്ലെക്സ് ഇങ്ങനെയാണ്: വി ഡി സതീശന് അദാനി ഗ്രൂപ്പുമായി രഹസ്യ ബന്ധമോ, PR വേലയ്ക്ക് ഫണ്ട് നൽകിയത് അദാനി ഗ്രൂപ്പോ, ജമാഅത്തെ ഇസ്ലാമിയോ SDP എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലായിട്ടുള്ള മീഡിയ വണ്ണൊക്കെയാണ് വി ഡി സതീശന് ഇപ്പോൾ ഈ മുഖ്യമന്ത്രി കസേര കിട്ടാൻ വേണ്ടി വലിയ രീതിയിൽ തന്നെ വായിട്ട് അലയ്ക്കുന്നത്. മറ്റൊരു പോസ്റ്റ് എങ്ങനെയാണ്: ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയവർക്ക് മാപ്പില്ല, പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പിയ കേരളത്തിന്റെ ജനകീയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ UDF സർക്കാരിനെ തീവെട്ടിക്കൊള്ളക്കാരുടെ സംഘമെന്ന് വിശേഷിപ്പിച്ചതാര്? 2021 തകർന്നടിഞ്ഞ കോൺഗ്രസിനെ പ്രവർത്തകരിൽ ആവേശം നിറച്ച് ശക്തിപ്പെടുത്തിയ കെ സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കിയതാര്? കോൺഗ്രസ് ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കാൻ ജില്ലകൾ തോറും കൂലിപ്പട്ടാളത്തെ ഇറക്കി പ്രകടനം നടത്തിയതാര്? കോടികൾ മുടക്കി കൃത്രിമ ബുദ്ധിയാൽ പൊതുബോധം ഉണ്ടാക്കണമെന്നത് വെറും വ്യാമോഹം മാത്രം. അതിനടിയിൽ കൊടുത്തിരിക്കുന്നു ആർട്ടിഫിഷ്യൽ ചോയ്സിനെ കേരളം തിരിച്ചറിയുമെന്നാണ് പറയുന്നത്. എന്തായാലും വി ഡി സതീശനെ UDF തിരിച്ചറിഞ്ഞിരിക്കുന്നു. UDF പ്രതിരോധിക്കുന്ന കാഴ്ച. ഇതൊക്കെ തന്നെയാണ് സഖാക്കളും നേരത്തെ തന്നെ പറഞ്ഞത്. ഈ വി ഡി സതീശനാണല്ലോ ഈ പ്രകടന പത്രികയിൽ പല രീതിയിലുള്ള വാഗ്ദാനങ്ങളൊക്കെ മുന്നോട്ട് വെച്ചത്. ഈ വാഗ്ദാനങ്ങളൊക്കെ UDF വലിയ തലവേദനയായി മാറുകയാണ്. ഇദ്ദേഹം മുഖ്യമന്ത്രിയായ കസേരയിലേക്ക് ഇരുന്നാൽ പിറ്റേ ദിവസം മുതൽ തന്നെ ഇദ്ദേഹം നുണ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും അത് UDF തലവേദനയാകുമെന്നും UDF അറിയാം. UDF വി ഡി സതീശനെ ഒതുക്കാൻ ശ്രമം നടത്തുന്നു എന്നതല്ല, സത്യത്തിൽ നന്നായി ഭരിക്കാൻ വേണ്ടി മാറ്റി നിർത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് വി ഡി സതീശനെ അടുപ്പിച്ചു പോലും വരുന്നില്ല. കാരണം ഉമ്മൻചാണ്ടിക്ക് നന്നായി അറിയാമായിരുന്നു വി ഡി സതീശൻ ആരാണെന്നും വി ഡി സതീശന്റെ സ്വഭാവം എന്താണെന്നും. എന്തായാലും വി ഡി സതീശൻ എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞു തന്നെയാണ് UDF വി ഡി സതീശനെ ഉപയോഗിച്ചത്. പക്ഷേ വി ഡി സതീശൻ ഈ കോൺഗ്രസിനെതിരെ തിരിയുന്ന കാഴ്ച, വി ഡി സതീശൻ കോൺഗ്രസിനെ ശിഥിലമാക്കാൻ വേണ്ടി തിരിയുന്ന കാഴ്ച, ഈ കുഴിയിൽ ഒരുപാട് കോൺഗ്രസ്സുകാർ വീണുപോയി എന്നുള്ളതാണ്. പല ആളുകളും പലയിടങ്ങളിലും ഫ്ലെക്സ് വെക്കുന്നു. എന്നാൽ പലയിടങ്ങളിലും ഫ്ലെക്സ് വെച്ചത് ആരാണെന്ന് പോലും അറിയാതെയാണ് കോൺഗ്രസ്സുകാർ വി ഡി സതീശനെ അനുകൂലിച്ച് ഫ്ലെക്സുകൾ വെക്കുന്നത്. PR സംഘമാണ്. അത് കണ്ട് പാവം പല ആളുകൾ അയ്യോ നമ്മുടെ വി ഡി സതീശൻ എന്ന് പറഞ്ഞ് ഫ്ലെക്സ് വെക്കുന്നു. എന്നാൽ സ്വാഭാവികമായും വി ഡി സതീശൻ ഈ പാർട്ടിയെ തകർക്കുകയാണ്. വി ഡി സതീശൻ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയെ ഇല്ലാതാക്കുകയാണ്. ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ വില്ലൻ ആരാണെന്നും UDF ഏറ്റവും വലിയ വില്ലൻ ആരാണെന്നും കോൺഗ്രസ്സുകാർ തന്നെ കണ്ടെത്തുമ്പോൾ സഖാക്കൾ ഗ്യാലറിയിൽ ഇരുന്ന് ചിരിക്കുകയാണ്. ഇത് തന്നെയല്ലേ ഞങ്ങൾ പറഞ്ഞതെന്ന് പറയുകയാണ്. അതായത് സ്വന്തം
പാർട്ടിയിലുള്ള ആളുകളെ പോലും വേട്ടയാടുകയാണ് ഈ വി ഡി സതീശന്റെ അനുയായികൾ. ഇത് തന്നെയല്ലേ വി ഡി സതീശൻ പ്രതിപക്ഷത്തിരുന്ന് കാണിച്ചു കൂട്ടിയത്. പ്രതിപക്ഷത്തിരുന്ന് മുഖ്യമന്ത്രിയെ, മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും മന്ത്രിസഭയിലെ മന്ത്രിമാരെയും മന്ത്രിമാരുടെ കുടുംബത്തെയും ഒക്കെ വ്യക്തിഹത്യ ചെയ്താണ് വി ഡി സതീശൻ നടന്നത്. വി ഡി സതീശൻ ചെയ്തതിനൊക്കെ വി ഡി സതീശൻ അനുഭവിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നീ ചെയ്തതിനൊക്കെ നീ തന്നെ അനുഭവിക്കുമെന്ന് സഖാക്കൾ പറഞ്ഞത് പ്രാവർത്തികമാകുന്ന കാഴ്ച. എന്തായാലും വി ഡി സതീശനെ മാറ്റി നിർത്തേണ്ടത് അത് ഈ യു ഡി എഫിന്റെ തന്നെ ഒരു വലിയ ഒരു ആവശ്യമായി മാറിയിരിക്കുന്ന കാഴ്ചയിലേക്ക് എന്തായാലും യു ഡി എഫ് മാറുന്നു എന്നുള്ളത് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.